മലയോരപ്പുറമ്പുകാരി പാവപ്പെട്ട ഒരു ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മ അവരുടെ മകനെ ആശുപത്രിയിൽ കൊണ്ട് നമ്മുടെ അഡ്മിറ്റായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനൊരു ഭാഗം തിരിഞ്ഞ് അവരുടെ തലയിലേക്ക് വീഴുകയല്ലേ. അങ്ങനെ അതാണ് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ശ്രീമാൻ ചാണ്ടി ഉമ്മൻ കടന്നു വരുന്നു. സുസ്മേര മതനായകന്റെ ഇരുകരങ്ങളും വീശി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജനനായകൻ കടന്നു വരികയാണ്. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, വിജയത്തിന്റെ സോപാനത്തിന്റെ കൈപിടി ചാടിക്കണമെന്ന് വിജയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, പ്രിയപ്പെട്ട ജനറൽ പ്രിയപ്പെട്ട ഇബ്രാഹിം തോമസൺ ചക്കുവാരം, ഇവിടുത്തെ പ്രിയപ്പെട്ട ബേബിച്ചേട്ടൻ, പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും ഉണ്ട്. ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. പ്രിയപ്പെട്ട ആദിചേച്ചി, പ്രിയപ്പെട്ട കുഞ്ഞമക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട മാത്യു, പ്രിയപ്പെട്ട വിനു, പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വളരെ നല്ലൊരു പരിപാടി ഇത് അഭിനന്ദിക്കുക. ബ്ലോക്ക് പ്രസിഡന്റിനെയും മണ്ഡലം പ്രസിഡന്റ് ബേബിച്ചേട്ടൻ ഫുൾ ടൈം ഇതിനോടൊപ്പം നിന്ന് വലിയൊരു വിജയമാക്കി ആർക്കുന്നത്തെ റോഡ് ഷോയെ മാറ്റിയതിന് പ്രത്യേകമായി അഭിനന്ദനം. ഇവിടെ 2.5 വർഷം മുമ്പ് ഞാൻ വോട്ടിന് വെച്ചു. അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങളോടൊപ്പം ഒരു മകനായി, സഹോദരനായി, സുഹൃത്തായി ഞാൻ കാണും. അത് അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കേന്ദ്രത്തിൽ സർക്കാരില്ല, കേരളത്തിൽ സർക്കാരില്ല. എന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് 4000-ൽ പരം കുട്ടികൾക്ക് 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകുവാൻ നമുക്ക് സാധിച്ചു. അതിനുശേഷം 48 വീടുകൾ, 4 കോടി രൂപയുടെ, ചിലരൊക്കെ ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ട് 2 കോടിയുടെ സാരി. 2 കോടിയുടെ സാരി എന്ന് പറയാൻ നാണമുണ്ടോ എന്നറിയില്ല. കാരണം 4 കോടിയുടെ വീട് വെച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 വർഷം പ്രവർത്തിച്ചത്. 4 കോടി കയ്യിലുണ്ടോ? ഇതിനെ ഇഡി എൻക്വയറി എന്ന് പ്രഖ്യാപിക്കാൻ പറയുന്ന ഇഡി പറഞ്ഞിട്ടുണ്ട്. ഇഡി, നമ്മുടെ ഇഡി എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ BJP സർക്കാരിനെ. നമുക്കങ്ങനെ ആരെയും പേടിക്കാനില്ല. അതുകൊണ്ട് 4 കോടിയുടെ പ്രോജക്ട് നമ്മൾ നടപ്പിലാക്കി. 48 വീടുകൾ പൂർത്തീകരിക്കുന്നു. 43 കൈമാറി. 5 വീടുകൾ മാർച്ച് 31-ന് കൈമാറും. 2 വീടുകൾ വിലയും കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ 100 വീടുകൾ 2 ലക്ഷം, 50 വീട് 2 വർഷമുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് 100 വീട് എന്നുള്ള സ്വപ്നവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 25 വീടിന് തറക്കല്ലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം. അപ്പൊ അതിന് ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുവാണ്. അതിനകത്ത് കിട്ടുന്ന എന്തെങ്കിലും എന്റെ പ്രചരണ ചെലവിൽ നിന്ന് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, എന്റെ പ്രചരണം കുറഞ്ഞാലും കുഴപ്പമില്ല. തിരുവഞ്ചൂരുകാരൊക്കെ അവിടെ മാറിയിട്ടു പുറകെ നോക്കില്ല. നിങ്ങളെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെക്സ് വേണ്ട എന്ന് വെച്ചത്, ബോർഡുകൾ വേണ്ട എന്ന് വെച്ചത്, പോസ്റ്റർ വേണ്ട എന്ന് വെച്ചത്. ആ ചെലവ് കൂടി 2-3 വീട് വെക്കാൻ സാധിക്കുമെങ്കിൽ അതിലേക്ക് കൊടുക്കുക എന്നതാണ്. എന്റെ ഒരു പ്രൊജക്ഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല, 5 വോട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല, എന്റെ പൂർവ്വ വെച്ച് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, നഷ്ടം ഞാൻ വിചാരിക്കുക. കാരണം വെച്ചാല് ഒരാളെ സഹായിക്കാൻ സാധിക്കണം, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് എന്റെ പിതാവ് എന്നെ കാണിച്ചു തന്ന, ഈ നാടിനെ സ്നേഹിച്ച ഉമ്മൻചാണ്ടി കാണിച്ച. പക്ഷെ ഉമ്മൻചാണ്ടി നാടിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തെ വിദ്വേഷിക്കുകയും ചെയ്യുന്ന കുറച്ചു പേരുണ്ട്. ഇന്നിപ്പം
ഏതൊരു സിനിമ ഇറങ്ങിയെന്നാ പറയുന്നത്, പ്രതിച്ഛായ. എനിക്കറിയത്തില്ല ഇതിനകത്ത് ഞാനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ശരിയോ തെറ്റെന്ന് അറിയത്തില്ല. കണ്ടവരൊക്കെ ഇവിടെ ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു പ്രശ്നമില്ല. ഏതാ നല്ലറിഞ്ഞവരോട് ക്ഷമിച്ചതല്ലേ. മോശമായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. നല്ലതാണെങ്കിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ. പലപ്പോഴും നല്ലതും പറയണമല്ലോ അല്ലേ. ചിലരൊക്കെ ഇപ്പോഴും വിദ്വേഷവും ഇപ്പോഴും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇതൊക്കെ പഴയ പോസ്റ്റ് ആയിരിക്കുമല്ലേ ഈ തൂക്കിയിരിക്കുന്നത്. പഴയ പോസ്റ്റ് പോലും തൂക്കരുതെന്നൊക്കെ അഭ്യർത്ഥനയുണ്ട്. ആൾക്കാർ വിചാരിക്കും നമ്മള് പറയുന്ന ഒരു കാര്യം നിരീക്ഷിച്ചിരിക്കുക, പറയുന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്ന മറ്റൊരു കാര്യം. അങ്ങനെ പാടില്ല. നമ്മളൊരു കാര്യം തീരുമാനിച്ച് പറഞ്ഞാൽ ഫൈനലാവണം. വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്നുള്ളതാ, കീറിക്കളഞ്ഞേക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം ഒരു BJP-കാരനാണ്. ഇന്ന് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. എന്റെ പിതാവിന്റെ കല്ലറയിൽ സ്വയം തീരുമാനിച്ചു വന്ന ഒരാളാണ്. അദ്ദേഹം പുതുപ്പള്ളിയിലേക്ക് വരാൻ തീരുമാനിച്ചു. എന്തിനാ? ഉമ്മൻചാണ്ടി സ്ക്വയർ എന്ന് പേരിട്ട് പുതുപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് പഞ്ചായത്ത് നടത്തുന്ന ഒരു പരിപാടിക്ക് വരാൻ തീരുമാനിച്ചു. അതിന് തുരങ്കം വെച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. CPM-ന് അതുപോലും സഹിക്കുന്നില്ല. അവേന്ദ്ര രാഷ്ട്രീയ ഫണ്ട് എന്നാന്ന് എനിക്കറിയാം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. ജയിച്ചവരുടെ ഫ്രണ്ടിൽ നിന്ന് മാറിയിരിക്കാതെ ജയിച്ചിട്ടുള്ളവർ. ഞാൻ പറഞ്ഞത് ഇത്രയ്ക്ക് വൈരാഗ്യം ഉമ്മൻചാണ്ടിയുണ്ട്. അതുകൊണ്ടാണ് കമ്പനി കടവ് പാലം, പാലക്കടവ് പാലം, ഈ പാലങ്ങളൊക്കെ പൂർത്തിയാക്കാതെ വെച്ചിരിക്കുന്നത്, അനക്കാതെ വെച്ചിരിക്കുന്നത് ഇല്ലേ. നമുക്കറിയാം പാലിന്റെ പാലം വലിയ പെരിയ കൂടി നടന്നു വന്നത്. നമുക്കറിയാം നമ്മുടെ ആശുപത്രിയിലെ കിടത്തി ചികിത്സ ഒന്നുമായിട്ടില്ല. നമുക്കറിയാം നമ്മുടെ ബൈപ്പാസ് 10 വർഷമായി കോൾഡ് സ്റ്റോറേജ് ആയിരുന്നു. ഇപ്പൊ ഞാൻ കൊടുത്തതിന് ശേഷം 5 കോടി പറഞ്ഞ 1 കോടിയാവാൻ ചോദിച്ചു. അപ്പൊ എല്ലാ കാര്യങ്ങളിലും പുതുപ്പള്ളിയോട് വൈരാഗ്യം, അയൽക്കുന്നതോട് വൈരാഗ്യം. പക്ഷെ ഒരു കാര്യം എനിക്ക് അവരോട് പറയാനാണ്, എനിക്കൊരു കാര്യം ഇടതുപക്ഷത്തോട് പറയാനുണ്ട്. നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ വൈരാഗ്യമായിരിക്കാം, പക്ഷേ ആ വൈരാഗ്യത്തെ കാട്ടി ശക്തമാണ് ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം എന്നുള്ള കാര്യം എനിക്ക് CPM-നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ സ്നേഹം, ആ സ്നേഹമാണ് ഞങ്ങൾ കരുതുക. നിങ്ങളുടെ സ്നേഹം അതാണ് എന്റെ കരുതുക. എന്റെ പിതാവ് മരിച്ചപ്പോൾ ആ വിടവ് നികത്തിയത് നിങ്ങളുടെ സ്നേഹമാണ്. ആ സ്നേഹം അവിടെ ആ പോസ്റ്റർ പ്രത്യേകം കീറിക്കളഞ്ഞതിന് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പരിപാടിയല്ല പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് ഉറച്ച കാര്യമാണ്. ഒറ്റ കാര്യം, എന്റെ പോസ്റ്ററും എന്റെ പേരിലും കുഴപ്പമില്ല, പക്ഷെ പാർട്ടിയുടെ ചിഹ്നമുണ്ടാവണം, പാർട്ടിയുടെ കൊടിയുണ്ടാവണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ കരുത്ത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ ശക്തി. അതുകൊണ്ടാണ് ചിഹ്നം വെക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് കൊടി വെക്കാൻ ഞാൻ പറഞ്ഞത്. അത് എന്റെ ഫോട്ടോ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. മാത്രമല്ല, യുദ്ധം ഒരു നടക്കുന്ന ലോകമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ നീട്ടി പറയുന്നില്ല, ഇനി 2 മിനിറ്റ് കണ്ടേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുന്നു. നമുക്കൊരു സ്വപ്നമുണ്ട് പുതുപ്പള്ളിയെ കുറിച്ച്. പുതുപ്പള്ളി ഒരു IT സെക്ടർ അപ്പാക്കി മാറ്റുന്നതിനെ കുറിച്ച് നമുക്കൊരു സ്വപ്നമുണ്ട്. പുതുപ്പള്ളിയെ കുറിച്ച് സ്പോർട്സിന്റെ സെന്ററാക്കി മാറ്റുന്നതിനെ കുറിച്ച് നമുക്കൊരു സ്വപ്നമുണ്ട്. പുതുപ്പള്ളിയെ കുറിച്ച് പാമ്പാടിയിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം വരുന്ന സ്വപ്നം നമുക്കൊരു സ്വപ്നമുണ്ട്. പുതുപ്പള്ളിയെ കുറിച്ച് വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രം, അതുപോലെ തന്നെ പുതുപ്പള്ളി പള്ളി, മറുനാട് പള്ളി, മറുനാട് ദേവി ക്ഷേത്രം, പാമ്പാടി അടക്കമുള്ള സ്ഥലങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് സ്പിരിച്വൽ ടൂറിസം സെക്ടറാക്കി മാറ്റുന്നതിനെ കുറിച്ച്. അങ്ങനെ പുതുപ്പള്ളിയെ എന്റെ പിതാവ് അടിസ്ഥാന ശരിയിട്ടു. എന്നാണ് പുതുപ്പള്ളി അടിസ്ഥാന ശരിയിട്ടുകൊണ്ട് അദ്ദേഹം IIT-ക്ക് തുല്യമായ സ്ഥാപനം RIT കൊണ്ടുവന്ന മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു സ്ഥാപനമാണ് ആലപ്പാടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു സ്ഥാപനമാണ് SME സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹത്തോടുള്ള വൈരാഗ്യം ഓർത്തു നോക്കണം. ആ വൈരാഗ്യം കാരണം, ഉമ്മൻചാണ്ടിയോടുള്ള വൈരാഗ്യം കാരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉദ്ഘാടനത്തിന് വന്ന കേന്ദ്രമന്ത്രിയെ കൊച്ചിയിൽ നിന്ന് തിരിച്ചയച്ചു.
ഇതാണ് ഇടതുപക്ഷം. പക്ഷേ ഉമ്മൻചാണ്ടി രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് കൊണ്ടുവന്നു, അസാപ്പ് കൊണ്ടുവന്നു, സ്കിൽ പാർക്ക് 450 കോടി കേരളത്തിൽ കൊണ്ടുവന്ന എല്ലാ സ്ഥലത്തും അസാപ്പ് സ്കിൽ പാർക്ക് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും അവസാനമായി ഇടതുപക്ഷം ഉദ്ഘാടനം ചെയ്ത് ഉമ്മൻചാണ്ടി മരണത്തിന് ശേഷം പാമ്പാടിയിലെ അസാപ്പ്. അതാണ് ഇടതുപക്ഷത്തിന്റെ വൈരാഗ്യം. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന സ്ഥാപനമാണ് KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. വെൽത്ത് പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിന്റെ പേരിലുള്ള ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിട്ടും ഇപ്പോഴും കള്ളം പറഞ്ഞു നടക്കുക. എല്ലാ കോളേജിലും ഡിജിറ്റൽ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. എല്ലാ അസംബ്ലിയിലും ഒരു കോളേജ് കൊണ്ടുവന്നു ശ്രീ ഉമ്മൻചാണ്ടി, ഇവിടെയും കൊണ്ടുവന്നു. അങ്ങനെ നിരവധി സ്ഥാപനം കൊണ്ടുവന്നിട്ടും ഇപ്പോഴും നടക്കുകയാണ് ക്യാപ്സ്യൂൾ. ഒരു കിഫ്ബി പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നാട്ടിൽ വികസനമില്ല. നാണമുണ്ടോ ഇടതുപക്ഷക്കാരാ? നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാം? അതുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നിങ്ങള് എത്ര അപമാനിച്ചാലും ഒരു കാര്യം ഞാൻ പറയുക, നിങ്ങൾ എത്രത്തോളം ഉമ്മൻചാണ്ടി അപമാനിക്കുമോ അത്രത്തോളം ശക്തരായി തീരും ശ്രീ ഉമ്മൻചാണ്ടി എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. കാരണം ജനമനസ്സിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇതിനെപ്പോലെ ബസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളിലോ അല്ല, ഇവിടെ ജനങ്ങളെ മനസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ വലിയ കഷ്ടപ്പെട്ട് 40 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് കണ്ടുപിടിച്ച് ഒരു പുതുപ്പള്ളി ബസ് നടന്നു. ആ പുതുപ്പള്ളി ബസ്സിന്റെ അവസാനവും ആദ്യമൊക്കെ ആങ്കർ പറയുന്നത് ഉമ്മൻചാണ്ടി ചാണ്ടി എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞ കഷ്ടപ്പെടുക. പക്ഷെ ഏറെപ്പോഴും താമ വിളിക്കുന്നത് ഉമ്മൻചാണ്ടി, അപ്പോഴും ഉമ്മൻചാണ്ടി എന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് ജന മനസ്സിൽ എന്നെ പറഞ്ഞില്ല, എന്റെ പേരിലേലും കുഴപ്പമില്ല, എന്റെ പേര് പ്രശ്നമല്ല, ഉമ്മൻചാണ്ടിയുടെ പേര് പ്രശ്നമാണ്. കാരണം ഒരു നീതിമാനെ നിങ്ങൾ ക്രൂശിക്കാൻ പറ്റും. പീലാത്തോസിന്റെ കൂട്ട് നിങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി കൈ കഴുകിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വിട്ടു. ആ ഉമ്മൻചാണ്ടി ഉയർപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ. ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ചാണല്ലോ. കഴിഞ്ഞ 2 വർഷം അവരെ മരിച്ചതിന് ശേഷവും ചർച്ച ചെയ്യുന്ന ഉമ്മൻചാണ്ടിയാണെങ്കിൽ ഇനിയും ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും കേരളത്തിന്റെ എന്താ പറയാ ജനമനസ്സിൽ ജീവിക്കുന്നത്. നമ്മളോടൊപ്പം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അദൃശ്യ സാന്നിധ്യമായി നമ്മളോടൊപ്പം അദ്ദേഹമുണ്ട്. ആ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്, അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആ സ്നേഹമാണ് ഞങ്ങളുടെ കരുത്ത്, ആ സ്നേഹമാണ് ഞങ്ങളെ പിടിച്ചെടുത്തത്. ആ സ്നേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ നാടിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉയരെ വിട്ട് നൽകി വിജയിപ്പിക്കാം. നന്ദി, നമസ്കാരം, ജയം ജവാൻ.